മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 44-ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാ പരസ്യ പ്രബോധനത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടക്കുന്നത്. അതേ വർഷമാ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 44 വയസ്സായപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു റുമാന്റെയും മകളായി ജനിച്ചു വീഴുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു റുമാനായ ഉമ്മു റുമാന്റെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മഞ്ഞപാൽ കുടിച്ചു വളരുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 2 വയസ്സ് കഴിഞ്ഞു, ഓടിച്ചാടി നടക്കുന്ന പ്രായമായി. ചെറുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണാറുള്ളത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാറുണ്ട്. കൊച്ചുപ്രായത്തിലെ ഒരു കുട്ടി ആരെയാണോ കാണുന്നത്, ആരെയാണോ കേൾക്കുന്നത്, അതാ കുട്ടിയുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കും. അങ്ങനെ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കും. ആരെയാണോ നമ്മളെ കാണിച്ചു കൊടുക്കുന്നത് അത് കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കും. അല്ലേ? ഒളിച്ചോട്ടം വ്യാപകമായപ്പോഴാണ് സിനിമ വ്യാപകമായപ്പോൾ? ഉറപ്പല്ലേ ഉത്തരം? ഒളിച്ചോട്ടം വ്യാപകമായതെപ്പോഴാണ്? സിനിമ വ്യാപകമായപ്പോൾ. സിനിമയിൽ ഈ മാറ്റർ ഉൾക്കൊള്ളിച്ച സിനിമകൾ മേശപ്പുറത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ പറയാം, പക്ഷേ മേശപ്പുറത്ത് ആ TV വെച്ച പോലെ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒളിച്ചോട്ടം വ്യാപകമായത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ശ്രദ്ധിക്കാൻ പറഞ്ഞ പ്രായമാണ് കുട്ടിപ്രായം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം ചെറുപ്പത്തിലെ സ്വാധീനം ചെലുത്തിയത്, ആയിഷ ബീവിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിക്കുന്ന പ്രായമാണ്. ആയിഷ ബീവി തന്നെ പറയുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരാറുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ കളിക്കൂട്ടുകാരികളോടൊപ്പം കളിക്കുകയായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബിയെ കാണുമ്പോഴേക്ക് വീട്ടിൻ്റെ അകത്തേക്ക് ഓടി മറിയുമായിരുന്നവത്രേ. ആയിഷ ബീവിക്ക് എവിടെ നിന്നാണ് ആ സന്ദേശം കിട്ടിയത്? അന്യ പുരുഷന്മാരെ കാണുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് മറിയണം എന്ന സന്ദേശം കിട്ടിയത് മാതാവായ ഉമ്മുറുമ്മാനിൽ നിന്നാണ്. ഉമ്മുറുമ്മാനാണ് അത് പഠിപ്പിച്ചത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിൻ്റെ അകത്തേക്ക് മറഞ്ഞിരിക്കാറായിരുന്നു മാതാവ് ചെയ്യാറുണ്ടായിരുന്നത്. കൊച്ചുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടുപഠിച്ചതാണ്. പുണ്യ നബി വരുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് ഓടി മറിയാറുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 4 വയസ്സ് പ്രായമാകുമ്പോഴാ മക്കയെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം അരങ്ങേറുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ മക്കയിൽ ഉപരോധിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ തന്റെ കുടുംബക്കാരോട് സഹായം ചോദിക്കാനായി മക്കയിൽ നിന്ന് വെളിയിൽ പോയല്ലോ. തിരിച്ചു മക്കയിലേക്ക് വരുമ്പോഴാണ് ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു നിർത്തിയത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങൾക്കെതിരെ സഹായം ചോദിക്കാൻ പോയ ആളാ, അതുകൊണ്ട് നീ ഇനി മക്കയിലേക്ക് കയറാൻ പാടില്ല. അവർ ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു നിർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ തടയപ്പെട്ടപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖദീജ,
മക്കക്കാർ എനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മക്കയിലേക്ക് കടക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഖദീജ, ഇവിടെയാണെങ്കിലോ ആവശ്യത്തിന് വെള്ളവും അതേപോലെ ഭക്ഷണവും ലഭിക്കില്ല. ഷൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിന്റെ ചുറ്റുഭാഗത്തും മക്കക്കാർ ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ആരെങ്കിലും എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരുന്നുണ്ടോ എന്നറിയാൻ. ഞാൻ മക്കയിൽ നിന്ന് ഞാൻ ഈ ഷൈബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ നിന്ന് മക്കയിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് ഖദീജ, ഇനിയുള്ള നാളുകൾ പട്ടിണിയുടെ നാളുകളാണ്. അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. അതുകൊണ്ട് ഖദീജ, അങ്ങ് തന്റെ പൊന്നുമക്കളെ കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് പോകണേ എന്ന് ബീവി റളിയല്ലാഹു അൻഹ ഏറെ പ്രയാസപ്പെട്ട സമയമായിരുന്നു അത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറയുന്നത്, അങ്ങീ മലഞ്ചെരുവിൽ ഭക്ഷണം ലഭിക്കാതെ പട്ടിണിയോട് മല്ലടിക്കുമ്പോ ഖദീജ തന്റെ മക്കളോടൊപ്പം വയറു നിറയെ ഭക്ഷണം. യാ റസൂലല്ലാഹ്, ഷൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹത്തോടങ്ങ് മല്ലടിക്കുമ്പോൾ ഖദീജ തന്റെ മക്കളോടൊപ്പം സുഭിക്ഷമായി ഭക്ഷണവും വെള്ളവും കഴിച്ചു കൊഴിഞ്ഞുകൂടണമെന്നോ? ഹബീബായ നബിയേ, അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട യാ റസൂലല്ലാഹ്. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്കും ഭക്ഷണം വേണ്ട നബിയേ. ഈ മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ റസൂലേ പട്ടിണി കിടന്ന് പട്ടിണിയോട് മല്ലടിച്ചങ്ങ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുകയാണോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയോടുകൂടെ ഈ മലഞ്ചെരുവിൽ പട്ടിണി കിടന്ന് മരിക്കാനാ ഖദീജയുടെ ഇഷ്ടമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ ഖദീജ ബീവിയോട്, ഖദീജ, അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ, എനിക്കത് ശീലമുണ്ടല്ലോ ഖദീജ. ജനിക്കുമ്പോഴേ പിതാവില്ലാതെ ഭൂമിയിലേക്ക് കടന്നു വന്ന ആളാണല്ലോ ഞാൻ. ജനനത്തിന് മുമ്പേ എൻ്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടല്ലോ. 6-ാം വയസ്സിൽ എൻ്റെ ഉമ്മയെ അല്ലാഹു തിരിച്ചു വിളിച്ചല്ലോ. 8-ാം വയസ്സിൽ പിതാമഹനും പോയല്ലോ ഖദീജ. പിന്നെ ഞാൻ വളർന്നതിൻ്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ സംരക്ഷണത്തില്. അബൂ താലിബിന്റെ വീട്ടിൻ്റെ അകത്ത് നിരന്തരം പട്ടിണിയാ. അതുകൊണ്ട് പട്ടിണി കിടന്ന ശീലമുണ്ട് എനിക്ക്. അങ്ങ് ഖുവൈലിദിന്റെ മകളായി ജനിച്ച പെണ്ണല്ലേ? ഖുവൈലിദ് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നില്ലേ? അതുകൊണ്ട് അങ്ങേക്ക് പട്ടിണി കിടന്ന ശീലമുണ്ടാവില്ലല്ലോ. അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാ, യാ റസൂലല്ലാഹ്, അതെന്നോടങ്ങ് പറയരുത് നബിയേ, അങ്ങയുടെ കൂടെ നിൽക്കാനാണ് എൻ്റെ ഇഷ്ടമെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ 3 കൊല്ലം ആ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയെന്ന. 1 കൊല്ലമല്ല, 3 കൊല്ലം. സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രയാസത്തെക്കുറിച്ച്. ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല, ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന പെണ്ണാണ്. ഭർത്താവിന്റെ ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന പെണ്ണാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബും. 3 കൊല്ലമാണ് ആ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയത്. 3 കൊല്ലം കഴിഞ്ഞ് ശത്രുക്കൾ ഉപരോധം പിൻവലിച്ചു. അപ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ക്ഷീണിച്ചുപോയി. കാരണം പട്ടിണി കിടന്ന ശീലമില്ല ഖദീജ ബീവിക്ക്. ശാരീരികമായി തളർന്നുപോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. രോഗിയായി അവശയായി വീട്ടിൻ്റെ അകത്ത് കിടപ്പായി. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്താണ് ഖദീജ ബീവിയുടെ തലയുടെ ഭാഗത്ത് വന്നിരുന്നത്. ഖദീജ ബീവിയുടെ തലോടി സമാധാനിപ്പിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഖദീജ, അങ്ങ് ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് എന്നാ ഞാൻ പറയുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം തെറ്റിദ്ധരിപ്പിക്കുകയും ധരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജ, അങ്ങ് ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് തലോടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ ലോകത്തിൽ മരിക്കുമെന്നെന്നെ മനസ്സെന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മരിക്കുന്നതല്ല നബിയേ. എൻ്റെ ഏറ്റവും പ്രിയ പ്രയാസം യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങ് മരിച്ചാൽ 4 മക്കളെയുമായി അങ്ങ് ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകില്ലേ നബിയേ? അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബിവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇടക്കിടക്ക് കണ്ണുനീർ തുടച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും വീണ്ടും തേങ്ങി തേങ്ങി കരയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുന്നുണ്ട്, ഖദീജ ബീവിയും കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഖദീജ, ലോകത്ത് 4 സ്ത്രീകളാണ് പൂർണ്ണത പ്രാപിച്ചവർ ഖദീജ. ഒന്ന് ആസിയ ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവിയാണ്. മറ്റൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ മാതാവായ ഇമ്രാന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. പിന്നെ ഒന്നങ്ങാണ് ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. അപ്പോഴും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ ലോകത്തിൽ മരിക്കുമെന്നെന്റെ മനസ്സെന്നോട് പറയുന്നുണ്ട് നബിയേ. ഞാൻ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മണിയറയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം ഞാൻ സ്വയമാ കുളിച്ചത് ഹബീബായ നബിയേ. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോ അങ്ങനെ കുളിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ടല്ലോ, എൻ്റെ ഹബീബും കരയുന്നുണ്ട്. ഖദീജ, എന്തിനാണ് അങ്ങ് മരണത്തെക്കുറിച്ച് പറയുന്നത് ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ടല്ലോ, എൻ്റെ ഹബീബും കരയുന്നുണ്ട്. ഖദീജ ബീവി നിർത്തിയില്ല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് കഫംപുട ധരിക്കാറുണ്ടല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുമ്പോ എന്നെ വസ്ത്രം ധരിപ്പിച്ചു തന്നത് അങ്ങയുടെ കുടുംബത്തിലെ സ്ത്രീകളായ റസൂലല്ലാഹ്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോ അങ്ങാണ് നബിയെ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരേണ്ടത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ ഖബറാകുന്ന മണിയറിലേക്ക് കൊണ്ടുപോകാൻ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനം വന്നാൽ അതിലേക്ക് എന്നെ കയറ്റി വെച്ചു തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, 2 പേരും കരയുന്നുണ്ട്. ഖദീജ, അങ്ങന്തിനെ അങ്ങനെയൊക്കെ പറയുന്നത് ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, യാ റസൂലല്ലാഹ്, എന്നെ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ ചുമന്നു പോകുമ്പോ ഹബീബായ നബിയെ, അങ്ങന്റെ മയ്യിത്ത് കട്ടിലിന്റെ ചാരത്തായി നടക്കണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയെ, ഖബറിന്റെ അടുത്തെത്തിയാൽ എന്നെ ഖബറടക്കം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അങ്ങൊന്ന് എൻ്റെ ഖബറിൽ ഇറങ്ങണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഖിയാമത്തിന്റെ 2ാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കേണ്ട ഖബറാണല്ലോ. ആ ഖബറിൽ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ കാലിന്റെ പാദത്തിന്റെ സ്പർശനമുണ്ടായ മണ്ണിലാണ് നബിയേ. ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബും കരയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാ. മഹദി ലോകത്തോട് വിട പറയുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി വസിയത്ത് ചെയ്ത പോലെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ കുളിപ്പിക്കുകയാ. കുളിപ്പിച്ചു കഴിഞ്ഞു. കഫം ചെയ്യാനായതാ. കഫം പുട പുറത്തെടുക്കുകയാണ്. കഫം ചെയ്യാനുള്ള കഫം പുട നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മേൽക്കൂരയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ കഫം പുട തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് വഫാത്തിന് മുമ്പ് പറഞ്ഞതാ, യാ റസൂലല്ലാഹ്, ഇതാണ് എൻ്റെ കഫം പുടയെന്ന്. മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് കഫം ചെയ്യാനായി കഫം പുട അങ്ങ് നിവർത്തിയപ്പോഴാ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങിക്കരഞ്ഞു പോയത് എന്തേ കാരണമെന്നറിയാം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട 40 തുണിക്കട്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു. ആരുടെ കഫംപുടയെന്നറിയാമോ? മക്കയിലെ ധനാഢ്യനായ കച്ചവടക്കാരനായിരുന്ന ഖുവൈലിദിന്റെ മകളായ കച്ചവടക്കാരിയായ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഫഖീറത്തായിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞത്. മിസ്കീനത്തായിട്ടാണ് വിട പറഞ്ഞത്. എന്താ കാരണം? പുണ്യനബി അങ്ങനെ ദ്വാരക്കൽ, അല്ലാഹുമ്മ ഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഅൽഹിഖ്നി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് തന്റെ സമ്പത്തെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എഴുതി കൊടുത്തു പോയ ആളാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖബറിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കഫം ചെയ്യാനുള്ളൊരു കഫംപുടയുടെ പോലും അവസ്ഥ ഇതായിരുന്നു. നേരത്തെ ഉസ്താദ് ഇവിടെ ഹദീസ് പറഞ്ഞില്ലേ, അവരാണ് ഖിയാമത്ത് നാളിൽ വമ്പൻ പരാജിതർ. 3 തവണ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ ആരാണത്? സ്വഹാബി ചോദിച്ചു, ആരാണ്? അപ്പൊ പറഞ്ഞ എന്താ അറിയോ? അൽ-അക്സറൂന അംവാല ഹുമുൽ അഖ്സറൂന യൗമൽ ഖിയാമ. ഭൂമിയിൽ ധാരാളം സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിച്ച ആളുകളാണ് പരലോകത്തെ ഏറ്റവും വലിയ പരാജിതരെന്ന്. അത് കൃത്യമായി മനസ്സിലാക്കിയ ഖദീജ ബീവി തന്റെ സ്വത്ത് മുഴുവൻ ദീനിന് കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത് ഫഖീറത്തായിട്ടാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടുകൊണ്ട് വിതുമ്പിക്കരഞ്ഞു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കഫം ചെയ്തു മയ്യിത്ത് കട്ടിൽ കൊണ്ടുപോയി ഖബറടക്കം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ ജീവിതത്തിൽ മുഴുവനും ദുഃഖിതനായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ തന്നെ വീട്ടിൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യത്തിനല്ലാതെ ആവശ്യത്തിനല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. പുണ്യനബിയുടെ സ്വഭാവം അതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യത്തിന് വീട്ടിൽ നിന്നിറങ്ങുക. റസൂലുള്ള പറഞ്ഞത് തന്നെ അങ്ങനെയല്ലേ? സ്വഹാബാ, എന്നെ നിങ്ങൾക്ക് കാണണോ? ഒന്നുകിൽ നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ നോക്കണം. സ്വഹാബ, മസ്ജിദുൻ നബവിയിൽ ഞാനില്ലേ? എൻ്റെ പൊന്നമാൾ ഫാത്തിമയുടെ വീട്ടിൽ എന്നെ അന്വേഷിച്ചാൽ മതി. അവിടെയും നിങ്ങൾ എന്നെ കണ്ടില്ലേ? എൻ്റെ ഭാര്യമാരുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടാകും ഞാനെന്ന്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവം അതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എപ്പോഴും അള്ളാഹിന്റെ ഹബീബ് വീട്ടിൻ്റെ അകത്ത് ഏറെ ദുഃഖിതനാ. അള്ളാഹുവിന്റെ ഹബീബിനെ കാണുന്ന സ്വഹാബികൾക്കും വല്ലാത്ത പ്രയാസം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 മക്കളും വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തോടുകൂടെ
അള്ളാന്റെ ഹബീബാണ് ഒറ്റപ്പെട്ടു പോയത്. റസൂലുള്ളാഹിന്റെ 2 മക്കളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽഥൂമും റളിയല്ലാഹു അൻഹ. മൂത്ത മകളായി സൈനബ് റളിയല്ലാഹു അൻഹയെ അബുൽ ആസാണ് കല്യാണം ചെയ്തത്. അബുൽ ആസ് ആണെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവാ. നബുവത്തിന്റെ മുമ്പ് കഴിഞ്ഞ കല്യാണമാ. അബുൽ ആസ് വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൊടിയ ശത്രുവാ. എന്തിനേറെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് അബുൽ ആസ് പോയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അമ്മോക്ഷനായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിതാവായ അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തെടുക്കാനാണ് അബുൽ ആസ് ബദർ യുദ്ധത്തിലേക്ക് പോയത്. പുണ്യ നബിയുടെ കൊടിയ ശത്രുവാൻ. ആ ശത്രുവിന്റെ കീഴിലാ സൈനബ് റളിയല്ലാഹു അൻഹ ഉള്ളത്. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ചില ആളുകൾ പറയുന്നുണ്ട്, എൻ്റെ പുതിയാപ്പളിൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ് എന്ന് പറയാറുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിനെ അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു മനസ്സമാധാനം കിട്ടാൻ.